ഹായ്, എല്ലാവർക്കും മാജിക് എയ്റ്റി സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GST കുറിച്ചാണ്. അതായത് GST കുറിച്ച് ഇതേവരെ PSC ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ ചാൻസസ് ഉള്ളതുമായ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. വീഡിയോയിലേക്ക് പോകാം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കേന്ദ്രഭരണ പ്രദേശത്തെ സർക്കാരുകളും ചുമത്തിയിരുന്ന വിവിധ തരം നികുതികളും സെസ്സുകളും എല്ലാം കൂടെ ചേർത്ത് ഒറ്റ ഒരു നികുതിയാക്കി മാറ്റിയതാണ് GST എന്ന് പറയുന്നത്. ഓക്കെ, GSTക്ക് മുമ്പായിട്ട് കേന്ദ്ര സർക്കാർ ചുമത്തിയിരുന്ന പ്രത്യേക നികുതികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കേന്ദ്ര എക്സൈസ് തീരുവ, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, KKC, SBC പോലുള്ള സെസ്സുകൾ തുടങ്ങിയവയാണ്. ഈ KKC എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി കല്യാൺ സെസ്, പിന്നെ നമ്മുടെ SBC എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വച്ഛ് ഭാരത് സെസ്സാണ്. ഓക്കെ, നമ്മുടെ GSTക്ക് മുന്നേ സംസ്ഥാന സർക്കാർ ചുമത്തിയിരുന്ന പ്രധാന നികുതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൽപ്പന നികുതി, അതായത് വാറ്റ്, പ്രവേശന നികുതി, ആഡംബര നികുതി, വിനോദ നികുതി, പിന്നെ പരസ്യം, ലോട്ടറി, വാതുവയ്പ് എന്നിവയുടെ മേലുള്ള നികുതി, പിന്നെ വസ്തുക്കൾ മേലുള്ള സംസ്ഥാന സെസ് തുടങ്ങിയവയാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ പെട്രോൾ ഉൽപ്പന്നങ്ങളെ GSTയിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തി, അതായത് പെട്രോളിന് GST ഇല്ല. അതേപോലെ തന്നെ മദ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം, വാറ്റ് ചുമത്താം, GSTക്ക് പകരമായിട്ട് വിൽപ്പന നികുതി ചുമത്താമെന്നും പറയുന്നുണ്ട്. കൂടാതെ പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് GSTയും കേന്ദ്ര എക്സൈസ് തീരുവയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് GSTക്ക് പുറമെ കേന്ദ്ര എക്സൈസ് ടാക്സും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ നമ്മുടെ GSTയുടെ കീഴിലുണ്ടായിരുന്ന 6 നികുതി നിരക്കുകളായിരുന്നു. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0, 3, 5, 12, 18, 28%. എന്നാൽ ഇപ്പോഴുള്ളത് വെറും 4 മാത്രമാണ്. 15%, 12%, 18%, 28%. ഈ പറഞ്ഞതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, അത്ര തന്നെ. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ പുതുതായി നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങളിലൊന്നാണ് നമ്മുടെ GST എന്ന് പറയുന്നത്. GST ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസാണ്. GST ബില്ല് നമ്മുടെ ലോക്സഭ പാസ്സാക്കുന്നത് 2015 മെയ് 6-നും രാജ്യസഭ പാസ്സാക്കുന്നത് 2016 ആഗസ്റ്റ് 3-നുമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളുടെ ലോകസഭ പാസ്സാക്കുന്നത് GST പാസ്സാക്കുന്നത് 2015 മെയ് 6-നാണെങ്കിൽ 2016 അടുത്ത വർഷം ആഗസ്റ്റ് 3-നാണ് രാജ്യസഭ പാസ്സാക്കുന്നത്. അതേപോലെ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ നികുതി പരിഷ്കാരങ്ങളിലൊന്നാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന GST. നമ്മുടെ GST ഉദ്ഘാടനം ചെയ്ത ആരെല്ലാമെന്ന് അറിയുമോ? നരേന്ദ്രമോദിയും പ്രണവ് മുഖർജിയും ചേർന്നിട്ടാണ്. ഓക്കെ, ഇന്ത്യയിൽ പ്രഥമ GST ഡേ ആചരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 2018 ജൂലൈ 1-നാണ്. 2018 ജൂലൈ 1-ാം തീയതി ആയിരുന്നു ആഘോഷിച്ചത്? ഇന്ത്യയിൽ പ്രഥമ GST ഡേ ആയിട്ട് ആചരിച്ചത്. അപ്പോൾ നമ്മൾ 3 വർഷം പഠിച്ചു. 2015 മെയ് 6 ലോക്സഭ GST ബിൽ പാസ്സാക്കി. 2016 ആഗസ്റ്റ് 3-ന് രാജ്യസഭ ബിൽ പാസ്സാക്കി. 2018 ജൂലൈ 1-ന് എന്ത് സംഭവിച്ചു? GST ഡേ ആയിട്ട് ആചരിച്ചു. നമ്മുടെ ഇന്ത്യയിലുള്ളത് ഡ്യുവൽ GST ആണെന്ന് പറഞ്ഞു. ഡ്യുവൽ GST എന്താണ്? സംസ്ഥാനവും കേന്ദ്രവും ഒരേപോലെ GST ചുമത്തുന്നതിനെയാണ് ഡ്യുവൽ GST എന്ന് പറയുന്നത്. ഇന്ത്യയെ കൂടാതെ ഈ ഡ്യുവൽ GST അല്ലെങ്കിൽ ഇരട്ട GST നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് കാനഡയും ബ്രസീലുമാണ്. ഓർത്തിരിക്കുക, കാനഡയും ബ്രസീലുമാണ്. ഈ GST എന്ന ആശയം ആദ്യമായിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചൊരു വ്യക്തിയുണ്ട്, P. ചിദംബരമാണ്. 2005 P. ചിദംബരമാണ് ആദ്യമായി GST എന്ന ആശയം ഇവിടെ അവതരിപ്പിച്ചത്, പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. GST പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് അസ്സാമാണ്. GST പാസ്സാക്കിയ സംസ്ഥാനം ഏതാണ്? അസ്സാമാണ്, അസ്സാം. അതുപോലെ തന്നെ നമ്മുടെ ഈ GST ബില്ല് അംഗീകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം 16 സംസ്ഥാനങ്ങളുടെ അതായത് മിനിമം 16 സംസ്ഥാനങ്ങൾ അംഗീകരിക്കണം എന്നൊരു റൂൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ 16ാമത്തെ സംസ്ഥാനം, അങ്ങനെ GST ബില്ല് അംഗീകരിച്ച 16ാമത്തെ സംസ്ഥാനം ഏതാണെന്നൊരു ചോദ്യം വന്നത്, അതിൻ്റെ ആൻസർ ഏതാണ്? ഒഡീഷയാണ് കേട്ടോ, ഒഡീഷ. അപ്പോൾ GST ബില്ല് അംഗീകരിച്ച 16ാമത്തെ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. അതേപോലെ തന്നെ GST ബില്ലിലെ നമ്പറിൽ, അതായത് GST നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അത് 15ആണ്. 15 ഓർമ്മയിരിക്കണം, 15ആണ് GST നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം. അതായത് 15 അക്കങ്ങളാണ് ഉള്ളത്. 2016 സെപ്റ്റംബർ 12-ന് GSTക്ക് ഒരു കൗൺസിൽ നിലവിൽ വന്നു. കേന്ദ്ര ധനകാര്യമന്ത്രിയായിരിക്കും GST കൗൺസിലിൻ്റെ എല്ലായ്പ്പോഴുമുള്ള അധ്യക്ഷൻ. GST കൗൺസിലിൻ്റെ ആസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ്. ഓക്കെ, കേരളത്തിലെ GST ഭവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. GSTയുടെ അനുബന്ധ ഘടകമായ എംപവേഴ്സ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സിൻ്റെ ആദ്യ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ KM മാണിയാണ്. GSTയുടെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുത്തത് അമിതാഭ് ബച്ചനെയാണ്. സിനിമ നടൻ അമിതാഭ് ബച്ചനെയാണ്
പിന്നെ GSTയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 3 ആർട്ടിക്കിളുകൾ കൂടി പഠിക്കുക. 269A, 279A, 246A. GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? 279 279 ഏത്? GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 279A. അതേപോലെ ഈ GSTയെ സംബന്ധിക്കുന്ന നിയമനിർമ്മാണം ഉണ്ടല്ലോ, ആ നിയമനിർമ്മാണത്തിൽ പാർലമെൻറ്റിനും സംസ്ഥാന നിയമസഭകൾക്കും അംഗീകാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ഏത്? 246A. അതേപോലെ നമുക്കൊരു GST ബില്ലെടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന IGST, CGST, SGST എന്നൊക്കെ കാണാൻ സാധിക്കും. അതായത് സ്റ്റേറ്റിൻ്റെ GST, സെൻട്രൽ GST, ഇൻ്റഗ്രേറ്റഡ് GST എന്നിവയാണ് ഇത് 3 ഇതിൽ GST വരുന്നതിന് മുന്നേ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിന് കൂടുതൽ വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന നികുതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? വിൽപ്പന നികുതിയാണ്. വിൽപ്പന നികുതി. ലോകത്തിലെ ആദ്യത്തെ GST കാൽക്കുലേറ്റർ പുറത്തിറക്കിയ കമ്പനി എന്ന് പറഞ്ഞാൽ കാസിയോ ഇന്ത്യയാണ്. നമുക്ക് കണ്ടറിയാം, നമുക്ക് അവരുടെ സാധാ വാച്ചിനകത്ത് പോലും എന്തുണ്ട്? കാൽക്കുലേറ്ററൊക്കെ ഉണ്ടാവും. പറഞ്ഞത് GST മറ്റ് നികുതി സേവനങ്ങളും മികവുറ്റ രീതിയിൽ നടപ്പിലാക്കാൻ സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് പ്രൊജക്റ്റ് സാക്ഷ. ഒരു പദ്ധതിയാണ് പ്രൊജക്റ്റ് സാക്ഷ എന്ന് പറയുന്നത്. എത്ര രൂപയുടെ വിറ്റുവരവുള്ളവരാണ് ശരിക്കും GST രജിസ്ട്രേഷൻ എടുക്കുന്നതല്ലേ GST അടയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ, അതായത് ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിറ്റുവരവ് 40 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ മാത്രം എന്തെടുത്താൽ മതി? GST രജിസ്ട്രേഷൻ എടുത്താൽ മതി. ഓക്കെ, നമ്മുടെ GSTയിൽ ലയിക്കപ്പെട്ട പ്രധാനപ്പെട്ട നികുതികൾ ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി, ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി. ഇതിൽ ഒട്ടുമിക്ക ചോദ്യങ്ങൾ നമുക്ക് കേട്ട് പരിചയമുള്ളത് തന്നെയാണ്. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളായിട്ട് വരുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് ഇങ്ങനെ എടുത്തത്. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.